ലോകമേ തറവാട്. നമ്മുടെ ലോകം ഇപ്പോൾ വളരെ വലിയ ഒരു പ്രതിസന്ധിയിൽ കൂടി കടന്നു പോവുകയാണ്. ഇപ്പം എൻ്റെ ഓർമ്മയിലൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഒന്നാം ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധം ഇതൊക്കെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഹിരോഷിമയിലും നാഗസാക്കിലും നടന്ന ബോംബ് സ്ഫോടനവും അതോടനുബന്ധിച്ച് ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളുമൊക്കെ നമ്മൾ ചരിത്രത്തിൽ പഠിച്ചവരാണ്. ഇപ്പോൾ എന്താണ് നടക്കുന്നത്? നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മൾ അറിയുന്നവരും അറിയാത്തവരും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ എനിക്ക് പറയാം, ഒരു കാലത്ത് ഞാനും മിഡിൽ ഈസ്റ്റിൽ ദുബായിൽ ജോലി ചെയ്തിട്ടുണ്ട്. ദുബായ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്ന നഗരമാണ്. ഒരുപക്ഷെ നമ്മുടെ നാട് എത്രത്തോളം അഭിവൃദ്ധി പ്രാപിക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ മിഡിൽ ഈസ്റ്റിൽ പോയി പ്രവാസികളായിട്ട് ജോലി ചെയ്ത് ആ പണം കൊണ്ടല്ലേ നമ്മുടെ നാട് ഇത്രത്തോളം സാമ്പത്തികമായിട്ടും നമ്മുടെ വലിയ വലിയ വീടുകളും കെട്ടിടങ്ങളും ഒക്കെ അതിൽ നിന്ന് ഉണ്ടായതല്ലേ. ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റ് വളരെ പ്രയാസഘട്ടത്തിൽ കൂടെ കടന്നു പോവുകയാണ്. നമ്മൾ നോക്കുമ്പോൾ കുവൈറ്റ്, ഖത്തർ, ദുബായ്, അതുപോലെ പല ഗൾഫ് രാജ്യങ്ങളിലും ഈ യുദ്ധത്തിൻ്റെ എത്രത്തോളം അവരെ ഈ യുദ്ധം എത്രത്തോളം നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ. എത്ര പേരുടെ, എത്ര ആൾക്കാരുടെ ശരീരത്തിലാണ് മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ പതിച്ച് പൊള്ളലേറ്റും അതുപോലെ തന്നെ പലരും മരണപ്പെട്ടും. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ. അതുപോലെ പല ജീവനും ജീവിതവും ഓരോ ദിവസവും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഡയറക്റ്റ് യുദ്ധം നടക്കുന്ന സ്ഥലത്തും ഇസ്രായേലിലാണെങ്കിലും ഇറാനിലാണെങ്കിലും വളരെയധികം ജനജീവനുകൾ നഷ്ടപ്പെടുവാണ്. ഈ യുദ്ധത്തിൽ എന്തായിരിക്കട്ടെ കാരണം, പക്ഷേ എപ്പോഴും ഇതിൻ്റെ കോൺസിക്വൻസസ്, പാർശ്വഫലങ്ങൾ അനുഭവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. എത്ര സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതവും ജീവനും നഷ്ടപ്പെട്ടു പോകുന്നു. ഒരു വീടുണ്ടാക്കാൻ എത്ര സമയവും പൈസയും ഒക്കെ വേണം. അതുപോലെ നമ്മുടെ ഓരോ കാര്യങ്ങളും, ഓരോ ഫാക്ടറികളാണെങ്കിലും കെട്ടിടങ്ങളാണെങ്കിലും ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാ ഇൻഫ്രാസ്ട്രക്ചറിനും സമയവും മണിയും പലരുടെയും സ്വപ്നങ്ങളും, ആ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമാണ് ഇതൊക്കെയാണ് ഒരുപക്ഷെ ഒരാളുടെ ഒരു ജീവിത ആയുസ്സിൻ്റെ കഷ്ടപ്പാടായിരിക്കും. ഇതൊക്കെയാണ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയാകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, ഇത് നമ്മുടെ അടുത്തല്ലല്ലോ എന്ന്. അല്ല, പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ടവരും കുടുംബാംഗങ്ങളും നമ്മുടെ നെയ്ബേഴ്സും ഒക്കെ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അറിയാം, ഇപ്പോൾ നാട്ടിലാണെങ്കിലും അതിൻ്റെ കോൺസിക്വൻസസ് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഡയറക്റ്റ് അല്ലെങ്കിലും ഇൻഡയറക്റ്റ് വേയിൽ നമ്മളും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ യുദ്ധം കൊണ്ട് സാധാരണക്കാരായ നമ്മൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നമ്മുടെ ജീവിതം ഓരോ ദിവസവും കൂടുതൽ ദുരിതപൂർണമാകുകയല്ലേ. പല കാര്യങ്ങളിലും നമ്മൾ ഇന്ന് അഡ്വാൻസ്ഡ് ആണ്. ഇതെല്ലാം സയൻസിൻ്റെ വരദാനമാണ്. ആ സയൻസിൻ്റെ വരദാനത്തെ നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കേണ്ടത് ആവശ്യമല്ലേ. അതൊക്കെ ഈ ന്യൂക്ലിയർ പവറിനും മിസൈലുകൾ ഉണ്ടാക്കാനും അതുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിച്ച് നമ്മുടെ ജീവിതം നശിപ്പിക്കാനുള്ളതാണോ? അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ യുദ്ധം നിർത്താൻ വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഓരോരുത്തരും അവനവനോട് ചോദിക്കുക. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലുള്ളവരാണെങ്കിൽ അതുവഴി ഒരു കമൻ്റ് ഇടുക. വി വാണ്ട് പീസ് ഫോർ ഹോൾ വേൾഡ്. ലോകമേ തറവാട്. ഈ ലോകം ഓരോരുത്തർക്കും, മനുഷ്യർക്കും മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കാനുള്ള സ്ഥലമാണ്. അതിൻ്റെ ആ എക്കോസിസ്റ്റം, ഇക്വിലിബ്രിയം നന്നായിട്ട് സൂക്ഷിക്കണമെങ്കിൽ നമ്മളെല്ലാവരും നല്ല രീതിയിൽ ഭൂമിയെയും മനുഷ്യരെയും സസ്യജനാദികളെയും മൃഗങ്ങളെയും സ്നേഹിച്ച്
ജീവിക്കണം. വാറ്, യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല.